ഹലോ! ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാൻ സെല്ലറാണ് റീംസ് ബാസ്ക്കറ്റ്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഞാനും കുറച്ച് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വാങ്ങിച്ചത് ഒരു റോസിൻ്റെ കോംബോയാണ്. ഒരു ബിഗിനർ കോംബോ റോസാണ് വാങ്ങിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഞാൻ ഒരു ബ്ലാക്ക് റോസും അതുപോലെ തന്നെ ഒരു മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ് വാങ്ങിച്ചു. ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നു. എൻ്റെ കയ്യിൽ കിട്ടിയത് സാറ്റർഡേ ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എക്സ്ട്രാ വേറെണ്ണം ചെയ്യാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത പ്ലാന്റാണ് ജമന്തിയുടെ കോംബോ. ഇത് 199 രൂപയ്ക്ക് 5 ജമന്തി എന്നുള്ള കോംബോയാണ് അവർ ഓഫർ ഇട്ടിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ 5 കളറിലെ ജമന്തിയാണ് ഈ ഒരു കോംബോയിലുള്ളത്. 199-നാണ് അവർ ഓഫർ ഇട്ടതെങ്കിലും എനിക്ക് ചെന്നൈയിലേക്ക് വരുന്നതിന് 299 രൂപയാണ് ഈ ഒരു കൊറിയറിനായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 കളറിൽ 3 കളർ വലിയ കുഴപ്പമില്ല, ബാക്കി 2 എണ്ണം ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന കളേഴ്സ് ഒരു വയലറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു റെഡ്, പിന്നെ ഒരു വൈറ്റ് കളർ, പിന്നെ ഒരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡ്, പിന്നെ ഒരു യെല്ലോ ആണ് വരുന്നത്. യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓറഞ്ചും യെല്ലോവും കൂടെ മിക്സ് ആയുള്ളൊരു കളർ. അങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത്. ഇതെൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കിട്ടിയത്. ഫുള്ള് ഇലകളൊക്കെ കുറേത്തിൻ്റെയൊക്കെ ഇലകളൊക്കെ അഴുകിയിട്ടുണ്ട്, ചിലതിൻ്റെയൊക്കെ ചെറുതായിട്ട് കമ്പ് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടി പിടിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര സംശയമാണ്. അപ്പോൾ എനിക്ക് തോന്നി റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് റോസ് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ചെടികൾ ചിലപ്പോൾ ഡാമേജ് ആയിട്ടായിരിക്കും കിട്ടുക. ഇത് അവർ അയച്ചതിൻ്റെ കുഴപ്പമാണോ അതോ ഇനി പോസ്റ്റ് ഓഫീസുകാർ ആ ഒരു കൊറിയർ ഇത്രയും ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. അവർ അയക്കുന്നത് ഫ്രൈഡേ ആണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പ്ലാന്റ് കിട്ടുന്നത് ഇന്നലെയാണ്. അപ്പോൾ ആ ഒരു 2 ദിവസം ഇരുന്നതിൻ്റെ ആണോ എന്നും അറിയില്ല. അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ എല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് പിടിക്കുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു വയലറ്റിൻ്റെ റെഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. എല്ലാം ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. ഏതൊക്കെയാവും പിടിക്കുക, ഏതൊക്കെ നശിച്ചു പോകും ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ അവരുടെ അടുത്ത് ഈ ജമന്തി ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ജെർബറയുടെ കോംബോയും ഒരു ജെറേനിയത്തിൻ്റെ കോംബോയും 3 വേറെ സെപ്പറേറ്റ് റോസസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് വരുമോ ഇല്ലയോ എന്നറിയില്ല. ഞാൻ അവർക്ക് റീഫണ്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ ഒരു പ്ലാന്റിൻ്റെ. അപ്പോൾ അത് മെസ്സേജ് അവർ സീനാക്കിയിട്ടില്ല. ഇനി പ്ലാന്റ് ആയിരിക്കുമോ കിട്ടുന്നത് അതോ റീഫണ്ട് ആയിരിക്കുമോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതുപോലെ റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്ത ശേഷമാണ് യൂട്യൂബിൽ അതിൻ്റെ റിവ്യൂ നോക്കുന്നത്. നോക്കിയപ്പം കുറേ പേര് നല്ല റിവ്യൂ ഒന്നും അല്ല, ആരും അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്ന റിവ്യൂസാണ് ഞാൻ കണ്ടത്. പക്ഷേ പ്ലാന്റ് ഓർഡർ ചെയ്ത് പോയില്ലേ, പിന്നെ എന്ത് ചെയ്യാനാ. അതുകൊണ്ട് എന്തായാലും വരട്ടെ എന്ന് കാത്തിരുന്നു. ഇപ്പോൾ ജമന്തിയുടെ അവസ്ഥ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. ജമന്തി വളർത്താനുള്ള അതിയായ ആഗ്രഹം കാരണമാണ് ഈ കളേഴ്സൊക്കെ വാങ്ങിച്ച് കൂട്ടിയത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2-3 കളറുണ്ട്. ഒരു യെല്ലോയും അതുപോലെ തന്നെ ഒരു നാടൻ വയലറ്റും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഫ്ലവർ കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹം, അതിൻ്റെയൊക്കെ ഫ്ലവർ കണ്ടതിൻ്റെ ഒരു കൊതി കാരണം വീണ്ടും ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും കാണണം എന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ.